ഞാൻ എസ് പിന്നെ ആയതുകൊണ്ടും നിങ്ങൾ ദേഹം നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ ദുഷിച്ച മനസ്സുള്ള മനുഷ്യ 21-ാം നൂറ്റാണ്ടിലും ജാതിപരമായി ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഈ താഴ്ന്നവനും ഉയർന്നവനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്നത് സരസ്വതി സ്കൂളിൽ എന്താണ് ചേച്ചി, വണ്ടിയിലെ കിളിയാണ്. അപ്പൊ ഈ ചേച്ചി 2 ദിവസം മുമ്പാണ് ജോലിക്ക് കയറിയത്. അങ്ങനെ ജോലിക്ക് കയറിയപ്പോ ഏതോ ഒരു രക്ഷകർത്താവ് വിളിച്ച് സ്കൂളിൽ പറഞ്ഞെന്ന് അവര് SC ആയതുകൊണ്ട് അവരെ ജോലിയിൽ വയ്ക്കരുത്, അവരെ ശരീരമൊക്കെ ഭയങ്കര നാറ്റമാണ്, അങ്ങനെ അവരെ ശരീരം ഭയങ്കര നാറ്റമാണെന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട്. അങ്ങനെ ചേച്ചി ഇപ്പൊ ഇവിടെ സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നതാണ്. നമ്മൾക്ക് എത്ര പുരോഗമനം പറഞ്ഞാലും മനസ്സിനകത്തുള്ള ഒരു ദുഷിപ്പുണ്ട്, ജാതി എന്ന് പറഞ്ഞ ദുഷിപ്പ്. ഇത് ഉള്ളിടത്തോളം കാലം ഇവിടെ ഈ ജാതി ചിന്തകൾ കൂടിക്കൊണ്ടേയിരിക്കും, വിഷയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തൊഴിലിന് വേണ്ടി പോണത്. അവരെ ജാതീയപരമായി അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ അവര് ഒരു ദളിത സ്ത്രീ ആയതുകൊണ്ട് ജോലിയിൽ നിന്ന് പറഞ്ഞുവിടുകയും ചെയ്തു. ഇവരാണെന്നുണ്ടെങ്കിൽ മാർണക അയ്യങ്കാളിയുടെ ഇവിടെ ഒരു സ്കൂളിൽ സമരം ഉണ്ടായിരുന്നു, നമ്മുടെ കണ്ടല ലഹള. ആ സമയത്ത് പഞ്ചമി എന്നിട്ടൊരു കുട്ടിയിൽ നിന്നാണ് എല്ലാം തുടക്കം. ആദ്യമായിട്ട് സ്കൂളിൽ പ്രവേശിച്ച ആ തലമുറയിലെ നാലാമത്തെ തലമുറയിലെ മക്കളാണിത്. അവർക്കാണ് ഇപ്പോഴും ഈ ഗതി. 125 വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് എന്ത് സംഭവിച്ചോ അതാണ് ഇന്ന് ഇവർക്ക് സംഭവിച്ചത്. അന്ന് പഠനം മുടക്കിയെങ്കിൽ ഇന്ന് അവർക്ക് ജോലിയിൽ നിന്നും അവരെ പറഞ്ഞു വിട്ടു. ഒരു വലിയ കഷ്ടമാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ ആരെ കാണുന്നവര് വകുപ്പ് മന്ത്രിയിലോട്ടും അതുപോലെ തന്നെ മനുഷ്യരിലോട്ട് ഇതെത്തിക്കണം. കാരണം ഈ 21-ാം നൂറ്റാണ്ടിൽ ഈ ചിന്താഗതിയൊക്കെ മാറണം. നമ്മളൊക്കെ മനുഷ്യരാണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും വരണം. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് പോവുള്ളൂ. നമ്മൾ നാളെ വീണ് കിടക്കുമ്പോൾ ചിലപ്പോൾ ഇവരെ ബ്ലഡ് ആയിരിക്കും നമുക്ക് തരേണ്ടത്. ഒരിക്കലും ദയവ് ചെയ്ത് ഈ ജാതിപരമായി അവര് ഈ പറഞ്ഞ പോലെ ദളിത സ്ത്രീയായി ജനിച്ചെന്ന് പറഞ്ഞിട്ട് അവർ മനുഷ്യനല്ല എന്നല്ല, അവർക്ക് നമ്മളെ പോലെ ഭൂമിയിൽ ജീവിക്കാനും എല്ലാ അവകാശവും അവർക്കും ഉണ്ട്. ദയവ് ചെയ്ത് ഈ ജാതി വെറിയന്മാര് ഇങ്ങനെയുള്ള ആൾക്കാരെ കഴിയണത് ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇത് പ്രത്യേകിച്ച് അവരും ഈ സമൂഹത്തിലുള്ളവരാണ്, അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്കും തൊഴിലെടുത്ത് തന്നെ ജീവിക്കണം, അവർക്കും മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും നല്ലൊരു തലമുറ ഇപ്പൊ വളർന്നു വരുന്നുണ്ട്. നിങ്ങളൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. ഈ സവർണർ എന്ന് പറയുന്ന ആൾക്കാരായാലും ആരായാലും മനുഷ്യനെ ജാതിപരമായിട്ട് കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരും. പണ്ടുകാലത്ത് പാവപ്പെട്ടവർക്ക് പഠിക്കാനുള്ള അവസരമില്ലായിരുന്നു. അഥവാ എന്തെങ്കിലും താണജാതിയിലുള്ളവർ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവരെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് നമ്മുടെ കണ്ടല ഒരു ലഹള നടന്നു. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി എന്ന് പറഞ്ഞ ഒരു കൊച്ചിന് കർഷക ലഹള എന്ന് പറഞ്ഞിട്ട് അന്ന് സ്കൂളിൽ കൈപിടിച്ചു കൊണ്ടുപോയൊരു സംഭവമുണ്ട്. അതിന്റെ 4ാമത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും സ്കൂളിൽ കയറി ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ ജാതീയമായി പറഞ്ഞ് അധിക്ഷേപിച്ച് ജോലിയിൽ നിന്നും ഇന്നലെ പറഞ്ഞു വിട്ടു. ഞങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വിദ്യാഭ്യാസം തന്നില്ലെങ്കിൽ നിങ്ങളുടെ